ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവദൂതൻ മാതാവിനോട് പറയുന്ന കാര്യങ്ങളും കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മാതാവാണെങ്കിൽ ഇതെല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ്, സ്പിരിച്വലി ഗ്രോത്ത് ആയിട്ടുള്ള ഒരാളാണ്, കൃത്യമായ വിശ്വാസ സംഹിതകളുള്ള ഒരാൾ. അത് അമ്മയുടെ മുമ്പിൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. അതൊരു വലിയ അത്ഭുതമല്ലേ, സ്വർഗത്തിലെ മാലാഖ ഒന്ന് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അമ്മ പറയുവാണ്, എങ്ങനെയാ അത് സംഭവിക്കുക, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. സോ കണ്ണും പൂട്ടി വിശ്വസിക്കുക എന്നുള്ളത് ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും മാനസികപരമായിട്ട് ഒരു ഡൗട്ട് അമ്മ ചോദിക്കുന്നുണ്ട്. അതിലൊരു തെറ്റുമില്ല. ഒരിക്കലും സഭാപിതാക്കന്മാർ അമ്മയെ കുറ്റപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേസമയം ഇതുപോലെ തന്നെ ഒരു വിശ്വാസക്കുറവ് കാണിച്ച ഒരു മറ്റൊരാളുടെ വായ അടഞ്ഞു പോകുന്നതായിട്ട്, സംസാരിക്കാൻ പറ്റാത്തതായിട്ട് നമുക്ക് ബൈബിളിൽ തുടർന്ന് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഞാൻ പറയാൻ വരുന്നത് ഇതാണ്, ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ള ഒരാൾ, ഒരു ആത്മീയമായിട്ട് അനുഭവങ്ങളുള്ള ഒരാൾ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട അസാധാരണമായ കൃപ, അസാധാരണമായ എളിമ, അമ്മ കോടിക്കണക്കിന് സ്ത്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അത്രയും ശക്തമായ ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഹ്യൂമൻ ആയിട്ടുള്ള ഒരു സൈഡ് അയാൾക്കുണ്ടാകും. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അത് നിങ്ങൾ സുവിശേഷം പറയുന്നവരെ കണക്കൂട്ടുമ്പോഴും മറന്നു പോകരുത്. തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരങ്ങൾ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അങ്ങനെയുള്ളവരെ, സന്യാസ്തരെ മറന്നു പോകരുത്. സാധാരണ മനുഷ്യരെ കുറിച്ചും മറന്നു പോകരുത്. അതൊരു ഹ്യൂമൻ സൈഡ് എല്ലാ മനുഷ്യനും ഉണ്ട്. ഇനി ഹ്യൂമൻ സൈഡ് ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ്. അതായത് അമ്മ എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ അതേ സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരാളാണ്. ദേവാലയത്തിലായിരുന്നു അമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ല അമ്മയുടെ കഥയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും വളർന്നു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ ഹ്യൂമൻ സൈഡ് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് അല്ല. ജസ്റ്റ് ഓക്കെ, വിശ്വാസം തന്നെയാണ്, സ്പിരിച്വലി തന്നെയാണ് അമ്മ ജീവിക്കുന്നത്. ഒരു ചെറുതായിട്ടുള്ള ഒരു 10%, 20% മാത്രമാണ് ഹ്യൂമൻ ആയിട്ടുള്ള ഒരു നാച്ചുറൽ അമ്മയെ ചാലഞ്ച് ചെയ്യുന്നത്. പക്ഷെ ഈശോ ആണെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യാവതാരം ചെയ്തതാണ്. അപ്പോൾ ഈശോ എവിടെന്നാ വന്നത്? ദൈവത്തിൽ നിന്നും. ദൈവത്തിൻ്റെ ആ ശക്തി നിറഞ്ഞ ദൈവത്തിൻ്റെ ആ ശക്തി ഒരു ഹ്യൂമൻ നാച്ചറിലേക്ക് സംഹരിക്കപ്പെടുന്നു, ചെറുതാകുന്നു, മനുഷ്യരൂപത്തിലേക്ക് ഒതുങ്ങുന്നു. അങ്ങനെ ഒതുങ്ങുന്ന ഒരാൾ വരുന്നത് കൃത്യമായിട്ട് പർപ്പസോട് കൂടിയാണ്. അതും അറിയാമായിരുന്നു. അതായത് ഞാൻ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ പോവാണ്, അതാണ് എൻ്റെ പർപ്പസ്, അതും അറിയാമായിരുന്നു. അപ്പം താൻ ആരാണെന്നും അറിയാം, തൻ്റെ സ്പിരിച്വൽ കോൾ എന്താണെന്ന് അറിയാം, താൻ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാം. ദൈവം അജ്ഞാനല്ല, മനുഷ്യരൂപത്തിലേക്ക് വന്നു എന്നതുകൊണ്ട് ഈശോ അജ്ഞാനല്ല. താൻ ആരാണെന്ന കാര്യത്തിൽ അജ്ഞതയൊന്നുമില്ല, ദൈവപുത്രനാണെന്ന് ഈശോയ്ക്ക് അറിയാം. അപ്പം എന്നിട്ടും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഈശോ രക്തമിയർക്കുന്നുണ്ട്, ഗസ്തമേനയിൽ പോയിട്ട് നിലവിളിക്കുന്നുണ്ട്. ഹ്യൂമൻ നാച്ചറാണ്, അത് ഹ്യൂമൻ ബോഡിയിലാണ് ഉള്ളത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈശോയും പരിശുദ്ധ അമ്മയും പോലും ഒരു ഹ്യൂമൻ നാച്ചറിൻ്റെ സൈഡ് പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ മസിൽ പിടിച്ചിട്ട് ഞാൻ ഭയങ്കര സ്ട്രോങ്ങാണ്, ഞാൻ ഭയങ്കര ശക്തനാണ്, ഞാൻ സ്പിരിച്വലി ഭയങ്കര വളർന്നത് കൊണ്ട് എനിക്ക് വീക്ക്നെസ്സുകളില്ല എന്നുവെച്ചാൽ നമ്മൾ പ്രത്യക്ഷതയിൽ പറയുമല്ല, പക്ഷെ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഐ ആം സംതിങ് ഡിഫറെൻറ്റ്. അതായത് ഞാൻ ഡിഫറെൻ്റ് ആണ്, ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ എന്താണോ അല്ലാത്തത് അതാണ് എന്ന് പ്രിറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പച്ച മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി. പക്ഷെ ആ പച്ച മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ ഒരു ബേസിക് ശരിതെറ്റുകളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് റിലീജിയൻ നമ്മളെ മൊറാലിറ്റി പഠിപ്പിക്കുന്നത്. ഈ മൊറാലിറ്റി പഠിപ്പിക്കാൻ റിലീജിയൻ ഇല്ലെങ്കിൽ തന്നെയും ഒരു ഹ്യൂമൻ നാച്ചുറൽ നോർമലി ഒരു മനസാക്ഷി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെല്ലാ മനുഷ്യനും ഉണ്ട്. അതൊരു മതവും ഇല്ലാത്തവനും ഉണ്ട്. റോട്ടിലൂടെ സ്ട്രീറ്റിൽ നടക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, പക്ഷേ അതിച്ച് നടക്കുന്ന, അവർക്കും ഒരു ഹ്യൂമൻ നാച്ചുറൽ മൊറാലിറ്റിയുടെ പല പല നിയമങ്ങൾ അവർക്ക് അറിയില്ലെങ്കിലും ഒരു മനുഷ്യ സഹജമായിട്ടൊരു ഒരു ആൾ ഭക്ഷണത്തിന് ഒരു പട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ബിസ്ക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനും ഒരു ബേസിക് ഹ്യൂമൻ തിങ് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് മതമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. ഇപ്പം നിരീശ്വരവാദിക്ക് ദൈവമില്ല, പക്ഷെ എന്നാലും മനുഷ്യനാണ് എന്ന നിലയിൽ അദ്ദേഹം ആ മനുഷ്യന്മാർ കാണിക്കുന്ന, വ്യത്യസ്തകൾ കാണിക്കുന്ന ഒരു മൊറൽ സൈഡ് ഉണ്ട്. അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ എന്ന് പറയുന്നത് മറ്റൊന്നായിട്ട് പ്രിറ്റൻഡ് ചെയ്യാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് മേടിക്കേണ്ട അനുഗ്രഹം ഇതാണ്: ദൈവം എൻ്റെ അവസ്ഥകളോടുകൂടെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന എൻ്റെ ലൈഫ് ജേണിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഓക്കെ, ഞാൻ എൻ്റെ കയ്യിലല്ലായിരുന്നു എൻ്റെ ലൈഫിൻ്റെ നിയന്ത്രണം. അപ്പം കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകുന്ന പോലെ എനിക്ക് തോന്നി. ഓക്കെ, എൻ്റെ ജീവിതം കൈവിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ദൈവാനുഭവത്തിലേക്ക് വരുന്നു, ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. ദൈവമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല. ദൈവം നമുക്ക് അനുഭവമാകുന്നു, ദൈവത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നു, ദൈവം നമ്മളെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. എന്നിട്ടും ഞാൻ അതേ നാച്ചുറൽ തന്നെയാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് വന്നോ അതിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചെത്തിയിട്ടുള്ളത്. ഞാനെന്ന് പറയുന്നത് അന്നത്തെ ഞാൻ തന്നെയാണ്. ഒരു 7-8 വർഷം സ്പിരിച്വൽ ജേണി നടത്തിയെങ്കിലും എൻ്റെ ബേസിക് ആയിട്ടുള്ള എന്നെ ദൈവം ക്രിയേറ്റ് ചെയ്ത ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെയാണ്. ഇമോഷണൽ വൾണറബിൾ ആവുക, എംപത്തറ്റിക് ആവുക, സെൻസിറ്റീവ് ആകുക,
പല പല കാര്യങ്ങൾ, കുഴപ്പമുള്ള കാര്യങ്ങളെല്ലാം ദൈവം പരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും എന്നെ ദൈവം എങ്ങനെയാണോ സൃഷ്ടിച്ചത് അങ്ങനെ തന്നെയാണ് ഞാൻ, ദൈവം എന്നെ കാണുന്ന. ആത്മീയതയിലേക്ക് വരുന്നതിന് മുൻപും ആത്മീയതയിൽ ഇത്രയും ഈശോയെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോഴും ഞാൻ അത് തന്നെയാണെന്ന്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റണം. ഞാൻ ഈ സാഹിത്യത്തോടൊക്കെയുള്ള നോട്ട് എക്സ്പ്ലെയിനിങ്, ഐം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അതിൽ നമ്മുടേതായിട്ടുള്ളൊരു ശരിയുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്നാൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുവാണ്, നിങ്ങൾ എന്നെ വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ടാൽ ഞാൻ എന്താണെന്നുള്ളതുണ്ടല്ലോ അതിന് ഞാൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല എങ്കിൽ എനിക്ക് ഇത്രയും ശക്തനായിട്ടുള്ളൊരു ദൈവം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ മനുഷ്യന്മാരിൽ നിന്നും എന്നെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. എന്നിൽ നിന്ന് തന്നെ ഞാൻ എന്നെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ മദ്യത്തിൻ്റെ പിക്ചർ കാണുമ്പോഴേക്കും വീണു പോവുകയാണ്. ആ ഒരു നാച്ചർ അല്ല ശക്തനായ ദൈവം നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് അഴുക്കുചാലിലേക്ക് പോയാലും നിങ്ങളുടെ വിശുദ്ധി പരിപാലിക്കാൻ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്താണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം നിങ്ങളുടെ ഇമോഷണൽ സൈഡ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾക്കത് ഉണ്ടാകും. ചിലപ്പോൾ നിരന്തരമായി നിങ്ങൾ അതിനോട് യുദ്ധം ചെയ്യേണ്ടി വരും. പക്ഷേ സ്പിരിച്വൽ സ്ട്രെങ്ത് കിട്ടിക്കഴിയുമ്പോൾ അതൊരു യുദ്ധമല്ല, അതൊരു നോർമൽ തിങ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഈ പത്രോസിനെ കുറിച്ചൊക്കെ ദൈവത്തിന് നല്ലപോലെ അറിയാമായിരുന്നു ഈശോയ്ക്ക്. 3 വർഷം കൂടെ നടന്ന് എല്ലാം കണ്ട് ആര് ഉപേക്ഷിച്ചാലും ആര് തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയില്ല എന്ന് പറഞ്ഞ പത്രോസിന് ഒരു വീക്ക് സൈഡ് ഉണ്ടെന്നും കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉണ്ടെന്നൊക്കെ ദൈവത്തിന് അറിയാം. അതായത് ഇവൻ ഇപ്പോൾ ഇത് പറഞ്ഞാലും ചിലപ്പോൾ കുറച്ചുമ്പോൾ അവനത് മാറ്റി പറയും. അതറിഞ്ഞിട്ട് തന്നെയാണ് ഈ കർത്താവ് പത്രോസിനെ വിളിച്ചത്. ഞാൻ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ എന്താ, നിങ്ങളെന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും എന്താ? നിങ്ങൾ വലിയ എന്താ പറയുക മസിൽ പിടിക്കുക എന്ന് പറയില്ലേ, അതായത് ഞാനതൊന്നല്ല, ഞാനങ്ങനെയൊന്നല്ല, അങ്ങനെ പറയണ്ട. നിങ്ങൾ സെൻസിറ്റീവ് ആണോ? യെസ്, ഞാൻ സെൻസിറ്റീവ് ആണ്. നിങ്ങൾ മറ്റുള്ളവരോട് പറയണമെന്നല്ല, പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളവിടെ കളവ് കാണിക്കരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുകയാണ്, യെസ് എനിക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് ഞാൻ ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് എവിടെ സ്നേഹിച്ച് തുടങ്ങണമെന്നറിയാം, പക്ഷെ എവിടെ സ്നേഹിച്ച് നിർത്തണമെന്ന് അറിയത്തില്ല. ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയത്തില്ല അതെനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് അതെനിക്ക് മാറ്റി തന്നൂടെ? ഞാൻ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് പറയും, നീ ഇത്ര ആളുകൾ ചില സമയത്ത് ദൈവം എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നീ ഇങ്ങനെ അവരുടെ ഇങ്ങനെയല്ല ഇവരെ ഡീൽ ചെയ്യേണ്ടത്, ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ഒറിജിനൽ അല്ല, അങ്ങനെയൊക്കെ ദൈവം ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് ദൈവം എന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിലനിർത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ചില അവസ്ഥകളിൽ ദൈവം നിലനിർത്തും. ആ സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ എന്താണോ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഇനി നിങ്ങളുടെ പെറ്റമ്മയോ അപ്പനോ പോലും കുറവുള്ള ഒരാളായിട്ട് എണ്ണിയാലും നിങ്ങൾ പറയണം, ഐ ലവ് മൈ സെൽഫ്. എൻ്റെ ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 2017 ധ്യാനകേന്ദ്രത്തിലിരിക്കുമ്പം ഞാൻ ഈശോയോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസറാണ്. ഞാൻ മാരകമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ കുടുംബാംഗങ്ങളെ പ്ലീസ് ചെയ്യാനും എനിക്ക് ചുറ്റുമുള്ളവരെ പ്ലീസ് ചെയ്യാനും. എൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ എൻ്റെ മെൻ്റൽ സ്ട്രഗിളുകളുടെ ഭാഗമായിട്ട് ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഞാൻ എടുക്കുന്നത് എൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ പീപ്പിൾ പ്ലീസിങ് നാച്ചുറൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ എല്ലാ മനുഷ്യരും എന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഇത്രയൊക്കെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ കർത്താവ് എന്നെ കൊണ്ട് നിർത്തി. ഐ എം നോട്ട് ലോങ്ങർ എ പീപ്പിൾ പ്ലീസർ എന്ന് പറയാം. കാരണം ഇതെല്ലാം ടെമ്പററി ആണെന്നേ. നിങ്ങൾ മാത്രം നിങ്ങൾക്ക് ഉണ്ടാവും, അത് മാത്രമാണ് പെർമനൻറ്റ്. സോ നിങ്ങളുടെ വീക്ക്നെസ്സുകൾ നിങ്ങൾ എല്ലാവരോടും പറയണമെന്നോ, നിങ്ങളെ തന്നെ പച്ചയായ മനുഷ്യനായിട്ട് എല്ലാവരോടും നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയണം നിങ്ങളെക്കുറിച്ച്. നമുക്ക് അറിയണമെന്നേ. ഞാൻ ഇതൊക്കെയാണ് എനിക്കറിയാം, എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. എന്നിൽ ഇപ്പോൾ ഒരു കുട്ടിയുണ്ട്. അപ്രിസിയേഷനുകൾ ഇപ്പം ആരെങ്കിലും എന്നെ സ്നേഹിക്കും, ഇപ്പം ആരെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് പറയും എന്നൊക്കെ കരുതുന്ന ഒരു കുട്ടി നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് നമുക്ക് ഈ ചൈൽഡ്ഹുഡിലൊക്കെ കിട്ടാതെ പോകുന്ന ചില സംഗതികളുടെ അന്വേഷണമായിരിക്കും. നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്. ഇമോഷൻസിനെ കുറിച്ചുള്ള ഒരു സംഗതി ഉണ്ട്, നമുക്ക് എൻഷുവർ ചെയ്യണം. അതായത് ചിലപ്പോൾ ചിലർക്ക് പേടിയാണ്, ഒരാളെ എപ്പോഴും സഹായം ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, നിന്നെ കൊണ്ട് പറ്റും, അങ്ങനെയൊക്കെ പറയാൻ ആളുകൾ ചിലർക്ക് വേണം. ചിലർ അത് വൾണറബിൾ സൈഡ്, ഒരു സ്ട്രോങ് അല്ലാത്ത ഒരു ചഞ്ചലചിത്തമായ ഒരു സൈഡ് നമുക്കുണ്ടെന്നേ. അതിനെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം. ഗസ്തമേൻ തോട്ടത്തിലെ ക്രിസ്തു നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇറ്റ്സ് ഓക്കെ ടു ബി ഇംപെർഫെക്റ്റ്. ഇറ്റ്സ് ഓക്കെ വട്ട് എവർ യു ആർ, അക്സെപ്റ്റ് യുവർ സെൽഫ് ആസ് യു ആർ. നിങ്ങളെ തന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ അപ്പം നിങ്ങളത് കൊടുക്കണം. നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ഫേസ് ചെയ്യാൻ റെഡിയല്ല. നമുക്ക് ഈ കുഴപ്പങ്ങളുണ്ടെന്ന് പറയണത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രിറ്റൻഡ് ചെയ്യും, ഞാൻ അതല്ല, ഞാൻ ഇതല്ല, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് ഒരു ഐഡൽ സെൽഫ് എന്ന് പറയും.
മറ്റെല്ലാവർക്കും മാതൃകയാകുന്ന, വീട്ടിലെ പെർഫെക്റ്റ് ആവുന്ന ഒരു ഐഡൽ സെൽഫ്. ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകളാണ്. ഞാൻ ഈ ഇങ്ങനെ പെർഫെക്റ്റ് കൊച്ചാവാൻ ശ്രമിച്ചാണ് എൻ്റെ മെൻ്റൽ സ്ട്രഗിളുകൾ ഭയങ്കരമായിട്ട് കൂടിയത്. കാരണം അവൾ മൂത്ത ആൾ, അവൾ മെച്ചുവേർഡാണ്, അവൾ മെച്ചുവേർഡാണ്, അവളെല്ലാം മാനേജ് ചെയ്തോളൂ. അല്ല, എനിക്ക് പറ്റണില്ല പല കാര്യങ്ങളും. പക്ഷെ എന്നാലും ഈ ഫസ്റ്റ് ചൈൽഡ് ആയതുകൊണ്ട് എല്ലാവരും ഓവർ എക്സ്പെക്റ്റേഷൻസാണ്. അത് മിണ്ടത്തില്ല, അതങ്ങനെ മിണ്ടത്തില്ല, അത് കുഴപ്പമില്ല, അങ്ങനെ. ഇതൊന്നും നിങ്ങളെ സഹായിക്കാൻ പോവില്ല. നിങ്ങളുടെ ഒരു ചൈൽഡിഷ് സൈഡ് ഉണ്ടാവും, നിങ്ങൾക്കൊരു വീക്ക് സൈഡ് ഉണ്ടാവും, നിങ്ങൾക്ക് പേടിക്കുന്ന സൈഡ് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കേന്നേ, ഇതെല്ലാം ചേർന്നതാണ് നിങ്ങൾ. പിന്നെ ദിവസം നിങ്ങൾ ഞാൻ അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, ദൈവമേ, ഒരു മോശ കണ്ടതുപോലെ ഒരു തീ മുകളിൽ നിന്ന് അയച്ചിട്ട് എൻ്റെ ഈ ബലഹീനതകൾ നിങ്ങൾക്ക് കത്തിച്ചിട്ട്, ആ ഇത് പടർപ്പ് കത്തിയതുപോലെ കത്തിച്ചിട്ട് എന്നെ കംപ്ലീറ്റ് ഒരു പൂർണ്ണമായ വ്യക്തിയാക്കണം. മോശയുടെ വിക്ക് മാറ്റാൻ എന്തുകൊണ്ട് കർത്താവിന് പറ്റത്തില്ലാഞ്ഞിട്ടാണോ? ഈശോയ്ക്ക്, ദൈവത്തിന് പറ്റും, പലതും പറ്റുന്നേ. പക്ഷെ ഇതിങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിലോ. അപ്പം ഞാൻ ധ്യാനകാലത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, ദൈവം എല്ലാവർക്കും ഇഷ്ടമുള്ളതാവാൻ ഞാൻ ശ്രമിക്കുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല, അതല്ല ഞാൻ. അപ്പം എന്തുകൊണ്ട് അങ്ങനെ നിനക്കറിയാലോ, എന്നെ കൊണ്ടത് പറ്റണില്ലല്ലോ ദൈവമേ. അപ്പം നീ എന്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളായിട്ട് എന്നെ സൃഷ്ടിച്ചില്ല? എന്തുകൊണ്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് നീ എന്നെ സൃഷ്ടിച്ചില്ല? എനിക്ക് എന്തുകൊണ്ട് ഇത്രയും മനുഷ്യന്മാരിൽ നിന്ന് റിജക്ഷൻ കിട്ടണേ? ദാറ്റ് വാസ് മൈ കോൾ. എന്നെ റിജക്റ്റ് ചെയ്യണം. ലോകത്തിലെ പല മനുഷ്യർക്കും ഞാൻ കണക്ട് ആവില്ല. അത് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ദൈവം എന്നെ മാറ്റി നിർത്തുന്നു എന്നൊക്കെയുള്ളതിൻ്റെ ഒരു അടയാളമാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന റിജക്ഷൻ. അപ്പം നമ്മളെന്നാ ചെയ്യുന്നത്? റിജക്ഷനെ പേടിച്ചിട്ടും, സൊസൈറ്റിയെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും, മനുഷ്യരെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും, നമ്മുടെ ഒതൻറ്റിക് സെൽഫിനെ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ കള്ളക്കളി കളിക്കാം. ഇതല്ല ഞാൻ, പക്ഷെ ഞാൻ ഇതുപോലെ പ്രിറ്റൻഡ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ അടുത്തത് നടക്കില്ല. ഈ കുറച്ച് മാസം മുമ്പ് ദൈവത്തിൻ്റെ ഒരു പ്രചോദനം എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. നീ എക്സ്പ്രസ് ചെയ്യുക, നീ എന്താണെന്നുള്ളത് നീ സൊസൈറ്റിയിൽ എക്സ്പ്രസ് ചെയ്യുക. ദെൻ ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ്. പിന്നെ കഥകൾ എഴുത്തിലേക്കൊക്കെ ഞാൻ തിരിഞ്ഞതപ്പോൾ നിന്നെ സ്വീകരിക്കാൻ പറ്റണ ഒരു സമൂഹം ഉണ്ടാകും. സ്വീകരിക്കാൻ പറ്റാത്തവർ വിട്ടിട്ട് പോട്ടെ. ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ ശിഷ്യന്മാർക്ക് പറയുന്നത്, ഇദ്ദേഹം ഇതുപോലെ പല പാരബിൾസ് പറഞ്ഞിട്ടുള്ളതാ. സോ അതിലെന്തെങ്കിലും ആയിരിക്കും ഈ ഭക്ഷണം ശരീരം ഭക്ഷിക്കാന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു ഉപമയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാമായിരുന്നു. പക്ഷെ ഇത് കേട്ട പാടെ കുറേ പേര് ഈശോയെ വിട്ടിട്ട് പോയി. സോ അത് ആ ആളിലുള്ള ഒരു ട്രസ്റ്റ് ഇല്ലായ്മയാണ്. നമുക്ക് ഈശോ എന്ത് പറഞ്ഞാലും അതിലൊരു കാര്യം ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കാനുള്ള ട്രസ്റ്റ് ഇല്ലായ്മ കൊണ്ടാണ് ഇത്രയും ശിഷ്യന്മാർ നഷ്ടപ്പെട്ടു പോയത്. പക്ഷെ 12 പേർക്ക് അത് ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാരണം ഉണ്ടാവും പറയുന്നതിന്. അതുപോലെ നിങ്ങളുടെ യഥാർത്ഥ നാച്ചുറൽ നിങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവരും മനസ്സിലാക്കുന്നവരും നിങ്ങളുടെ കൂടെ നിൽക്കും. ബാക്കിയുള്ളവർ നിങ്ങളെ വിട്ടിട്ട് പോകും. ആളുകളുടെ എണ്ണത്തിലൊന്നും കാര്യമില്ലെന്നേ. നിങ്ങളെ മനസ്സിലാക്കുന്ന കുറച്ച് പേരെ ഉണ്ടായാൽ മതി. നിങ്ങളുടെ ജീവിതം വളരെ അത് ദൈവം ക്രമീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ദൈവത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഒരു വലിയ ജനമൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളെ ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനുഷ്യർ എന്ന് പറയുന്ന കുറച്ച് മനുഷ്യർ, അതും ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്ന കുറച്ച് മനുഷ്യരെ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. ദൈവം നിങ്ങൾക്ക് താങ്ങാൻ മനുഷ്യന്മാരയക്കുക, അവർ മാത്രം ഉണ്ടാവുള്ളൂ, എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. അപ്പം അതായത് നിങ്ങൾ എന്താണോ നിങ്ങളായിട്ട് തന്നെ ജീവിക്കുക. അതൊരു കുഴപ്പമുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് സ്പിരിച്വാലിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം ഞാൻ എന്തൊക്കെ എഴുതിയാലും പറഞ്ഞാലും ഒരു ബേസിക്കലി എന്താണ് എൻ്റെ ലിമിറ്റ് എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഞാൻ പലതിലേക്ക് പോയാലും എന്ത് പാടില്ല എന്ന് എനിക്കറിയാം. സോ ഐ നോ മൈ ലിമിറ്റ്സ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് പാടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ദൈവം, എന്നിട്ട് എന്നെ എല്ലാത്തിലേക്കും വിടുന്ന ദൈവം. സോ പറയില്ല എൻ്റെ മകളാണത്, എനിക്കറിയാം അവളെ എന്ന് പറയില്ല. അതുപോലെ ഒരു ട്രസ്റ്റാണത്. സോ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനെ ഒരു തലമുണ്ട്, ഞാൻ ആ തലത്തിലൂടെ കടന്നു പോകണമെങ്കിൽ അതായത് നിങ്ങളെ തന്നെ നിങ്ങൾ അഭിമുഖീകരിക്കണം. ഫേസ് യുവർ സെൽഫ്. നിങ്ങൾ ഒതൻറ്റിക് സെൽഫിനെ അഭിമുഖീകരിച്ചിട്ട് അത് ഇംപെർഫെക്റ്റ് ആണെങ്കിൽ അതിനെ സ്നേഹിക്കാൻ പഠിക്കുക. എന്നിട്ട് ആ ഇംപെർഫെക്ഷനുകളിലൂടെ ദൈവം ചെയ്യുന്ന ആ ബലഹീനതകളിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷിയാവുക. ഈ ക്രിസ്മസ് നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളുടെ ശക്തിയായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.